LDF വൻ വിജയം നേടും. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ സീറ്റ് നേടി LDF ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും. കാരണം UDF ഭരണമേൽപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഫണ്ടിൽ പോലും അഴിമതി നടത്തിയവരുടെ കയ്യിൽ കേരള ഭരണം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നതിൻ്റെ ആക്രാന്തം കൂടി UDF ഉണ്ടാവും. ആക്രാന്തത്തോടെയുള്ള അഴിമതിയായിരിക്കും നടത്തുക എന്ന് തെളിയിക്കുന്നതാണ് വയനാട് ഈ ദുരന്തത്തിൽ പിരിച്ച ഫണ്ടിൽ അഴിമതി നടത്തിയത്. അതിന് ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. പിരിച്ച ആപ്പ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. 3 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അധികാരമില്ലെങ്കിൽ പോലും അഴിമതി നടത്തുകയാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഭരണപക്ഷത്തിനെതിരായിട്ടാണല്ലോ അഴിമതി ആരോപണങ്ങൾ വരേണ്ടത്. 10 വർഷം അധികാരത്തിലിരുന്നൊരു ഗവൺമെൻറ്റിനെതിരെ, അതിലെ ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ല. ആ പ്രതിപക്ഷം ഇപ്പോൾ അഴിമതി ആരോപണത്തിൻ്റെ കുരുക്കിൽ നിൽക്കുകയാണ്. ആരോപണത്തിൻ്റെ അല്ല, ഇപ്പോൾ ആളുകൾക്കാർക്കും ഇനിയിപ്പോൾ അതൊരു ആരോപണമല്ലല്ലോ, വ്യക്തമായി കഴിഞ്ഞതല്ലേ. ഇപ്പം ഇവരുടെ കയ്യിൽ ഭരണമേൽപ്പിച്ചാൽ എന്തായിരിക്കും എന്ന് വിവേകമുള്ള ഏതൊരു മലയാളിയും ചിന്തിക്കുമല്ലോ. അതുകൊണ്ട് UDF ആളുകൾ പരിഗണിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. വൻ വിജയം LDF.